ഇന്ന് സമാധാനമില്ലാതെ ജനങ്ങൾ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. എടോ, സ്വന്തം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നീ ഒരു കൊട്ടാരം പണിതു, പോയി കിടക്കുമ്പോൾ സമാധാനം ഉണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞത് വീട്ടിനകത്ത് സമാധാനമുണ്ടെന്നാ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഇടമെന്ന് ഖുർആൻ പറയുന്നു. നീ കോടികൾ പണിതിട്ട് നിനക്ക് സമാധാനമില്ല. എടോ ഭാര്യ, എടോ ഏതൊരു മനുഷ്യനും തൻ്റെ സ്വാലിഹത്തായ ഭാര്യയുടെ മുഖത്ത് നോക്കിയ അവന് സമാധാനമുണ്ട്. നിനക്ക് അവളെ കെട്ടി അന്ന് മുതൽ സമാധാനം പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ. ലൈവ പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുക എന്തേ പൊക്കാഞ്ഞെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, എൻ്റെ മുന്നിലിരിക്കണ അധികം പേരും പെണ്ണ് കെട്ടിയവരാ, കൈ പൊക്കിയില്ല. എൻ്റെ മുന്നിലിരിക്കണ പലരും പെണ്ണ് കെട്ടിയതാ, കൈ പൊക്കിയില്ല. എന്തെന്നറിയോ? ഉസ്താദെ, ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദേ എന്നാ ചോദിക്കണേ. ഇവിടെ തന്നെ ഇവളെ സഹിക്കാൻ പറ്റണില്ല, ഇനി അവിടെ ഉണ്ടോന്നും. എടോ, ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? ഈ ചെറുപ്പക്കാരി ചോദിക്കുക, എന്തിനാ ഉസ്താദ് ഒറ്റയ്ക്ക് നടക്കണേയല്ലേ നല്ലത്? പാതിരാത്രി വിടകി വീട്ടിൽ കയറി പോകാം, ആരും വിളിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും ഫോണ്, എവിടെ പോയി, എങ്ങനെ പോയി, ഇങ്ങനെ പോയി, സമാധാനമില്ല ഉസ്താദേ. എടോ, എന്തിനാ പെണ്ണ് കെട്ടി? പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അള്ളയല്ലേ പറഞ്ഞേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.